നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരുമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ കമ്പനി ബോർഡ് LGS പരീക്ഷയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഒരു റിവിഷനായി അതൊരാവർത്തി കൂടി ഞാനൊന്ന് പറഞ്ഞു തരികയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗം തന്നെയാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രാർത്ഥനാ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. ആരാണ്? പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അല്ലേ? ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അലിഗഡ് പ്രസ്ഥാനം ആരാണ് സ്ഥാപിച്ചത്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ്. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. തിയോസഫിക്കൽ സൊസൈറ്റിയോ? അത് മാഡം ബ്ലാവിഡ്സ്കിയും കേണൽ ഓൾക്കോട്ടും ആണ്. ആരാണ്? തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകര് മാഡം ബ്ലാവിഡ്സ്കിയും കേണൽ ഓൾക്കോട്ടും ആണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ നമുക്കിത് ഇപ്പോൾ തന്നെ പഠിച്ചു പോകാം. അറിയുന്ന കുട്ടികൾ ഇതൊരു റിവിഷനായിട്ട് മാത്രം കണ്ടാൽ മതി. അറിയാത്ത കുട്ടികൾ എന്നോടൊപ്പം ഇപ്പം തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ആരാണ്? പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗാണ്. ആര്യ സമാജമോ? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. ആരാണ്? ആര്യ സമാജത്തിന്റെ സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. തിയോസഫിക്കൽ സൊസൈറ്റിയുടേതോ? തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകരാണ് മാഡം ബ്ലാവിഡ്സ്കിയും കേണൽ ഓൾക്കോട്ടും. ആരൊക്കെയാണ്? മാഡം ബ്ലാവിഡ്സ്കിയും കേണൽ ഓൾക്കോട്ടുമാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകര്. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകനാണ് സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. അപ്പൊ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാൻ, തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിഡ്സ്കി കേണൽ ഓൾക്കോട്ടും, രാമകൃഷ്ണ മിഷൻ ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഹിതകാരിണി സമാജം ആരാണ്? ഹിതകാരിണി സമാജത്തിന്റെ സ്ഥാപകൻ വീരേശലിംഗം പന്തലു ആണ്. ഹിതകാരിണി സമാജത്തിന്റെ സ്ഥാപകൻ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെയോ? EV രാമസ്വാമി നായ്ക്കർ ആണ്. ആരാണ്? സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ സ്ഥാപകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പോ ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു, സാധുജന പരിപാലന സംഘം ആരാണ്? അയ്യങ്കാളിയാണ് അല്ലേ? സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. അപ്പൊ ആരൊക്കെയാണ്? ഒരാവർത്തി കൂടി നോക്കാം. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ക്ലിയർ ആയോ? ഇത്രയുമാണ് നമുക്ക് നോക്കാനുള്ളത്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും. ഉറപ്പായും ഇതിലൊരു പ്രസ്ഥാനവും അതിൻ്റെ സ്ഥാപകനെ പറ്റിയും പരീക്ഷയിൽ ചോദിക്കും. അതിന് യാതൊരുവിധ സംശയവുമില്ല. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇതെന്താണ് നമ്മൾ മുൻപെടുത്ത ക്ലാസ് ആയിട്ട് കൂടിയും ഒരു റിവിഷൻ പോലെ ഒന്നുകൂടി ഇതെടുക്കുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്.
ആര്യ സമാജം, സ്വാമി ദയാനന്ദ സരസ്വതി, അലിഗഡ് പ്രസ്ഥാനം, സർ സെയ്ദ് അഹമ്മദ് ഖാൻ, തിയോസഫിക്കൽ സൊസൈറ്റി, മാഡം ബ്ലാവിഡ്സ്കിയും കേണൽ ഓൾക്കോട്ടും, രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദൻ, ഹിതകാരിണി സമാജം, വീരേശലിംഗം പന്തുലു, സ്വാഭിമാന പ്രസ്ഥാനം, ഇ.വി. രാമസ്വാമി നായ്ക്കർ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ശ്രീനാരായണ ഗുരു, സാധുജന പരിപാലന സംഘം, അയ്യങ്കാളി. ക്ലിയർ ആയല്ലോ?